നമസ്കാരം കൂട്ടുകാരെ, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ആരെങ്കിലുമൊക്കെ കാണാത്തതുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ നിർദ്ദേശങ്ങളും, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും എല്ലാം പറയണം. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇന്നും അപ്ലോഡ് ചെയ്യുന്നതിൽ ഖത്തറുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ദോഹയിലെ പരമ്പരാഗത മാർക്കറ്റായ സൂഖ് വാക്കിഫിനെ കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ ദോഹയിലെ സൂഖ് വാക്കിഫിലേക്ക് ഞങ്ങൾ ഇന്ന് മെട്രോയിലാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് കാറിലാണെങ്കിലും നമ്മൾ മെട്രോ സ്റ്റേഷനിൽ കാർ ഇട്ടിട്ട് അവിടെ നിന്നും ദോഹയിലേക്ക് മെട്രോയിൽ പോകണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ വന്നിട്ട് മെട്രോ ഒന്ന് പരീക്ഷിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ മെട്രോയിലാണ് പോയത് നമ്മൾ ദോഹയിലേക്ക് കേട്ടോ. ഖത്തറിലധികവും അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ സൂഖ് വാക്കിഫിൽ തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ യാത്ര ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നല്ല സുഖമായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. മെട്രോയുടെ ഉള്ളിൽ ഈ പറഞ്ഞതുപോലെ നല്ല വൃത്തിയായിരുന്നു. ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന മെട്രോ ആണ് കേട്ടോ അത്. ജോലിക്കാർക്ക് ഈ മെട്രോ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. ഞാൻ ഖത്തറിൽ നിന്നും 2007 തിരിച്ചു നാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സമയത്തൊന്നും തന്നെ ഈ സൂഖ് വാക്കിഫ് എന്ന് പറഞ്ഞൊരു പരമ്പരാഗതമായ ഈ മാർക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിൽ പരമ്പരാഗതമായിട്ടുള്ള വീടുകൾ ഇപ്പോഴും പണിയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ പരമ്പരാഗതമായ രീതിയിലുള്ളൊരു മാർക്കറ്റ് നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനെ കാണാനുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആ പഴയ കൺസ്ട്രക്ഷനിലൊന്നും മാർക്കറ്റുകൾ നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ നടത്തുന്നില്ല. പക്ഷേ ഖത്തറിൻ്റെ ഒരു പ്രത്യേകത പരമ്പരാഗതമായിട്ടുള്ള വാസ്തുവിദ്യയെ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഇവിടുത്തെ ഒട്ടനവധി മാർക്കറ്റുകൾ പഴമയിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ഒരുപാട് കെട്ടിടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ് കാണുന്നുണ്ടെങ്കിൽ പോലും അവരിപ്പോഴും പഴമയെ നിലനിർത്തുന്ന എന്നതിന് ഉദാഹരണമാണ് ഖത്തറിലെ ഈ സൂഖ് വാക്കിഫ് മാർക്കറ്റും. അതുപോലെ തന്നെ ഞാൻ ഖത്താറയിൽ വിശേഷം പറഞ്ഞിരുന്നു. ഖത്താറയിലെ ഒരു പരമ്പരാഗതമായിട്ടൊരു വില്ലേജ് തന്നെ അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പരമ്പരാഗതമായ വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്കൊക്കെ മാത്രമല്ല പ്രാദേശികമായ ഭക്ഷണത്തിനും പ്രശസ്തമാണ് കേട്ടോ ഈ സൂഖ് വാക്കിഫ് മാർക്കറ്റ്. വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല ഈ തദ്ദേശവാസികൾക്കും ഒരുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ഈ മാർക്കറ്റ്. സൂക്കിൻ്റെ ലാബിരിന്ത്യൻ ഇടവഴികളും പരമ്പരാഗതമായ വാസ്തുവിദ്യയും തിരക്കേറിയ അന്തരീക്ഷവും സന്ദർശകരെ കാഴ്ചയുടെ മറ്റൊരു ലോകത്തേക്ക് തന്നെ എത്തിക്കുന്നു എന്നതിലൊരു സംശയവുമില്ല. ദോഹയിലെ ഈ സൂഖ് വാക്കിഫ് മാർക്കറ്റ് ഖത്തറിൻ്റെ പരമ്പരാഗതമായ സംസ്കാരത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് നടത്തിയിട്ടുള്ളത്. ഇതൊരു പരമ്പരാഗത വിപണിയാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ആ പഴമയിൽ ഒരു പുതുമ കണ്ടെത്തിയിരിക്കുകയാണ് ഇവിടെ ഖത്തറിൻ്റെ ഭൂതകാലത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ സൂഖ് വാക്കിഫ് മാർക്കറ്റ്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദീപ്തി. ബൈ ബൈ.